ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലവോദിക്ക സഭയ്ക്കുള്ള ദൂതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലായി കാണുന്ന 7 സഭകൾക്കുള്ള ദൂത്, ഏഷ്യാമൈനറിലുള്ള 7 സഭകൾക്കുള്ള ദൂത്. ഈ 7 സഭകൾ ആ കാലത്തുണ്ടായിരുന്ന 7 സഭകൾ തന്നെയാണ്. ഏത് പ്രാദേശിക സഭകളാണ്. 7 സഭകൾ എന്ന് പറയുമ്പോഴേക്കും യാക്കോബായ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ കത്തോലിക്ക സഭയെന്നോ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പ്രാദേശികമായ സഭകൾ. അന്നങ്ങനെ പ്രത്യേകിച്ച് സഭയുടെ ഉൾപ്പിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് രക്ഷിക്കപ്പെട്ട കൂട്ടം സഭ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരാണ് സഭയുടെ അംഗങ്ങൾ, രക്ഷ പ്രാപിക്കുന്നവരാണ് സഭയുടെ അംഗങ്ങൾ. ഏതെങ്കിലും യാക്കോബായ സഭയെന്നോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെന്നോ ഇവാഞ്ചലിക്കൽ സഭയെന്നോ മാർത്തോമാ സഭയെന്നോ അങ്ങനെ ഏത് സഭ എന്നുള്ളത് പിൽക്കാലത്ത് വന്നുകൂടിയ ചില സാമുദായികമായ ചില മാറ്റങ്ങളാണ്. സമുദായം എന്ന് പറയാം. അത് ഒന്നാമത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട, സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയാണ്. അതിൽ യാക്കോബായ സഭയുള്ളവരുണ്ടായിരിക്കും വിശുദ്ധന്മാരുണ്ടെങ്കിൽ, അതിൽ കത്തോലിക്ക സഭയിലുള്ളവരുണ്ടായിരിക്കും വിശുദ്ധന്മാരുണ്ടെങ്കിൽ, പെന്തക്കോസ്ത് സഭയിലുള്ളവരുണ്ടായിരിക്കും വിശുദ്ധന്മാരുണ്ടെങ്കിൽ, ബ്രദർ ചർച്ചിലുള്ളവരുണ്ടായിരിക്കും വിശുദ്ധന്മാരുണ്ടെങ്കിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, നമ്മുടെ ഇന്ത്യയുടെ ഉത്തരേന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവിടെ പ്രസ്ബിറ്റീരിയൻ സഭയാണ് കൂടുതലുള്ളത്. പ്രസ്ബിറ്റീരിയൻ ചർച്ച്, മെത്തോഡിസ്റ്റ് ചർച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സഭ. ഏത് പുറമേയുള്ള പേരിനല്ല പ്രാധാന്യം, ഏത് സഭ ആ പേരിനല്ല പ്രാധാന്യം. ഓരോരുത്തരും ഏത് സമുദായ വിഭാഗത്തിൽ നിൽക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യമില്ല. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണ് സഭ. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ട കൂട്ടമാണ് സഭ. വിശുദ്ധീകരണം അനുഭവിച്ചവരുടെ കൂട്ടം, വിശുദ്ധന്മാരുടെ കൂട്ടം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെയാണ് സഭയുടെ ചേർത്തുകൊണ്ടിരുന്നത്. രക്ഷ, ആത്മരക്ഷ, നിത്യജീവൻ. നാം ഓർക്കണം, നാം ഈ നിത്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ സഭാഭേദമൊന്നുമില്ല. അവിടെ നീതിമാന്മാരും ദുഷ്ടന്മാരും മാത്രമേ ഉള്ളൂ. നീതിമാന്മാർ നീതീകരിക്കപ്പെട്ടവർ, നീതീകരണമുള്ളവർ. നീതീകരണം പാപം കൊണ്ട്, പക്ഷേ എങ്കിലും പാപം കർത്താവ് മറച്ചു തന്നവർ. എന്നാൽ ദുഷ്ടന്മാർ പാപത്തെ ഓർത്ത് അനുഭവിക്കാത്തവർ, പാപം ജീവിതത്തിൽ മാറ്റാത്തവർ, ദൈവത്തിൻ്റെ ജീവിതം സമർപ്പിക്കാത്തവർ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാത്തവർ, അവരാണ് ദുഷ്ടന്മാരെന്ന് പറയുന്നത്. അവിശ്വാസികൾ, ദുഷ്ടന്മാർ. ഇങ്ങനെ 2 കൂട്ടരേ ഉള്ളൂ. അവിടെ നീതിമാന്മാർ നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും, രാജ്യത്തിലേക്ക് ചേർക്കപ്പെടും. വിശുദ്ധന്മാർ, നീതിമാന്മാർ. അവിടെ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കാത്തവർ, വചനപ്രകാരം ജീവിക്കാത്തവർ, മാനസാന്തരം അനുഭവിക്കാത്തവർ, വിശുദ്ധ ജീവിതം അനുഭവിക്കാത്തവർ, അവരെല്ലാം നരകയാതനയിലേക്ക് പോകും. അങ്ങനെ 2 കൂട്ടരേ ഉള്ളൂ. അതുകൊണ്ട് ഏത് പ്രാദേശിക സഭയിൽ നിന്ന് വന്നു എന്നുള്ളത് യാതൊരു പ്രസക്തിയുമില്ല. യാക്കോബായ സഭയോ ഓർത്തഡോക്സ് സഭയോ കത്തോലിക്ക സഭയോ മാർത്തോമാ സഭയോ ഇവാഞ്ചലിക്കൽ സഭയോ ജ്ഞാന സഭയോ അല്ല പെന്തക്കോസ്ത് സഭയോ എന്തും ആകട്ടെ, അതൊന്നും അവിടെ ചോദ്യമില്ല. അവിടെ ആകെ ഒന്നേ ഉള്ളൂ: യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടുവോ, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ടുവോ, യേശുക്രിസ്തുവിൻ്റെ ആ ദിവ്യസ്നേഹം അനുഭവിക്കുന്നുവോ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരണം പ്രാപിച്ചവരും മാത്രമാണ് വിശുദ്ധന്മാർ. അങ്ങനെയുള്ളവർ, അവരാണ് സഭ എന്ന് പറയുന്നത്. ഈ ആസിയയിലെ 7 സഭകളും അങ്ങനെ തന്നെയായിരുന്നു. ആ 7 സഭകളും രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമായിരുന്നു. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജീവിതം കർത്താവിന് സമർപ്പിച്ച് വളരെ വ്യക്തമായ തീരുമാനമെടുത്ത് സമർപ്പണം എടുത്തവരായിരുന്നു. പക്ഷേ അവരിൽ മുന്നോട്ട് വന്നപ്പോൾ, കാലം മുന്നോട്ട് പോയപ്പോൾ അവരിൽ പല അനർത്ഥങ്ങളും കടന്നുകൂടി, പാപങ്ങൾ കടന്നുകൂടി. ഒരിക്കൽ സമർപ്പിച്ചവരാണ്, ഒരിക്കൽ രക്ഷ അനുഭവിച്ചവരാണ്, ഒരിക്കൽ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരുമാണ്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ അവരിൽ പലരുടെയും വിശ്വാസം തണുത്തു, സ്നേഹം തണുത്തു. വിശ്വാസവും സ്നേഹവും തണുത്തതോടുകൂടി അവർ ദൈവരാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ആരും പിടിച്ച് തള്ളിക്കളയുന്നതല്ല, അവരറിയുന്നില്ലെങ്കിൽ പോലും അനേകരും ഇന്ന് ദൈവരാജ്യത്തിലല്ല. സഭ എന്ന് പറയുന്നത് പുറമേയുള്ള സഭയ്ക്കകത്താണ്, പക്ഷേ അവർ ദൈവരാജ്യത്തിലല്ല, ദൈവരാജ്യത്തിൽ ചെല്ലുകയുമില്ല.
അതാണ് ഈ 7 സഭകൾക്കുള്ള ദൂതിൽ പറഞ്ഞിരുന്നത്. ഓരോ സഭയ്ക്കും ഇനിയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ളതായ, രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരെ ഒരുങ്ങേണ്ടിയിരിക്കും, വിശുദ്ധന്മാരായി നിൽക്കാനുള്ളതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സഭയ്ക്ക്. ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിൽ അതാണ് നടക്കുന്നത്, വേറൊന്നുമല്ല. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നനച്ചിരിയാത്ത സമയത്ത് കണ്ണിമിക്കുന്നതിനിടയിൽ നിമിഷങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് ഞെട്ടിപ്പിളരുന്നതായ ശബ്ദം നാം കേൾക്കും. വലിയ ഇടിവെട്ടുന്നത് പോലെയോ ഭൂമികുലുക്കം പോലെയോ മറ്റോ ചിലതെല്ലാം സംഭവിക്കും. പെട്ടെന്ന് വിശുദ്ധന്മാർ പറന്നു പോകും, കാണില്ല. വിശുദ്ധന്മാർ പറന്നുയരും മധ്യാകാശത്തിലേക്ക്. ഇതെല്ലാം നമുക്കറിയാവുന്ന വസ്തുക്കളല്ലേ. എന്നാൽ കൂടെയുള്ള എത്രയോ പേര് തള്ളപ്പെട്ടു പോകും. ഈ 7 സഭകൾക്കുള്ള ദൂതിൽ അതാണ് ഊന്നി പറയുന്നത്. നിങ്ങൾ തള്ളപ്പെട്ടു പോകരുത്, നിങ്ങൾ ജയിക്കണം. ഓരോ സഭയ്ക്കുള്ള ദൂതിൽ പറയുന്നുണ്ട് ജയിക്കുന്നവന് എന്ന്. ജയിക്കുന്നവന് നാം ജയാളികളാകണം. നമ്മൾ പലരും ജയാളികളല്ല. നമ്മുടെ യാതൊരു ദുസ്വഭാവത്തിലും ജയം നമുക്ക് കിട്ടിയിട്ടില്ല, മാറുന്നില്ല. കോപം മാറുന്നില്ല, ഇഷ്ടക്കുറവ് മാറുന്നില്ല, മനസ്സിൽ വൈരാഗ്യമോ പകയോ മാറുന്നില്ല. നമ്മുടെ മനസ്സിൽ പല സ്വയത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ പലതുണ്ട്, അതിൽ നിന്നും മാറുന്നില്ല. ഇതെല്ലാം മാറണം. ഇതെല്ലാം നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നാം ഇതുവരെ അതിനുള്ളൊരു തീരുമാനത്തിലേക്കും സമർപ്പണത്തിലേക്കും വന്നിട്ടില്ല. അതാണ് 7 സഭകളുടെ ദൂതിൻ്റെ മൊത്തത്തിലുള്ളതായ ഒരാശയം. പൊതുവെ പറയാവുന്നത്, ഒരിക്കൽ സമർപ്പണം എടുത്തവരാണ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാണ്, ഒരിക്കൽ രക്ഷ അനുഭവിച്ചവരാണ്. പക്ഷേ അവർ രക്ഷ അനുഭവിച്ചെങ്കിലും ആ രക്ഷയിൽ, വിശുദ്ധിയിൽ, സ്നേഹത്തിൽ, നിത്യജീവന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ അർഹരല്ലാത്ത വിധത്തിൽ അവരിൽ പാപം കടന്നുകൂടുവാൻ അനുവദിച്ചു. ഇവിടെ നമ്മുടെ കൂട്ടായ്മയുള്ളത് തന്നെ കാണുന്നത്. വളരെ തീക്ഷ്ണതയോടുകൂടി കർത്താവിൻ്റെ പേരിൽ പ്രവർത്തിച്ചിരുന്ന പലരുമുണ്ട്, വളരെ തീക്ഷ്ണതയോട് സാക്ഷ്യം പറഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും ഇന്ന് ലജ്ജാകരമായ രീതിയിൽ അധപതിച്ചു പോയിരിക്കുന്നു. യേശുക്രിസ്തു വീണ്ടെടുത്തു എന്ന് പറയുന്നതിൻ്റെ പൊരുളൊന്നും അറിയുന്നേയില്ല. കർത്താവ് രക്ഷിച്ചു എന്നുള്ളതിൻ്റെ യാതൊരു അർത്ഥവും അനുഭവിക്കുന്നില്ല. ക്രിസ്തുവിൻ രക്തവിനെ കഴുകി എന്നുള്ളത് മനസ്സിലാക്കാതെ പോകുന്നു. വലിയ നഷ്ടമാണത്, പരമനഷ്ടം, ഭയാനകമായ നഷ്ടമാണത്. കാരണം നനച്ചു ചെയ്യാതെ മരണം സംഭവിച്ചാൽ, നനച്ചു ചെയ്യാതെ കർത്താവായ യേശു വീണ്ടും വന്നാൽ നാം എവിടെ ചെല്ലും? ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ അതുവരെയുള്ളതായ ജീവിതത്തെ ആകമാനം ശോധന ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒന്നുകൂടെ സമർപ്പിച്ചിട്ട്, കർത്താവെ, ഈ രാത്രി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, അല്ല ഈ രാത്രി അവിടെ നിന്ന് രണ്ടാമത് വന്നാൽ, നാഥ, ഞാൻ നഷ്ടപ്പെട്ടു പോകരുതേ, ഞാൻ കൈവിടപ്പെട്ടു പോകരുതേ എന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങണം. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ, ഉറങ്ങാൻ. പലപ്പോഴും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഓരോ ദിവസം തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യണം, കർത്താവെ, ഇന്നത്തെ ഒരു പുതിയ ദിവസം എനിക്ക് തന്നിരിക്കുന്നു. പലരും ഉറങ്ങാണെന്നിട്ട് ഉണർന്നില്ല, എനിക്ക് ഉണരാൻ പറ്റി, അതെൻ്റെ കൃപ. അതുകൊണ്ട് കർത്താവെ, ഞാൻ ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു, അതൊരത്ഭുതം. എത്രയോ പേര് രാത്രി ഉറക്കത്തിൽ മരിച്ചുപോയി, ഞാൻ ഉണർന്നിരിക്കുന്നു, അതൊരത്ഭുതം. കർത്താവെ, ഇന്നത്തെ ദിവസം 100% വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽക്കാൻ കൃപ തരണം. ഇങ്ങനെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് വേണം ഒരു പുതിയ ദിവസത്തിലേക്ക് കിടക്കാൻ, പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ. ദൈവത്തിന് സ്തോത്രം. വളരെ സൂക്ഷിച്ചു വേണം. ഇത് നമ്മുടെ പിതാക്കന്മാർ പാടി, രാവിലെ ഉറങ്ങുമ്പോൾ അരികിൽ കാവലിരിക്കാൻ തിരുരക്തം. ഉറങ്ങുമ്പോൾ തിരുരക്തം കാവലാകണമെന്നാണ് പിതാക്കന്മാർ പറഞ്ഞത്. രാവിലെ ഉറങ്ങുമ്പോൾ അരികിൽ കാവലിരിക്കാൻ തിരുരക്തം നിൻ്റെ രൂപത്തിൻ്റെ സദാ നീ വിടുതൽ തന്നിടണമേ. രാവിലെ ഉറങ്ങുമ്പോൾ പോലും തിരുരക്തം കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കിടക്കാൻ. കാരണം ദുഷ്ടപ്പിശാചപ്പോൾ ആ രാത്രിയായിരിക്കുമെന്ന് തൊടുന്നത്, ഉറക്കത്തിൽ കൂടി തൊട്ടുന്ന് വരും. പയ്യെ മയക്കത്തിൽ കിടക്കുമ്പോൾ പിശാച് വന്ന് കയറി വരും. അവന് അവസരം കൊടുക്കുക, പിശാചിന് അവസരം കൊടുക്കരുത്. വളരെ സൂക്ഷിച്ച് വേണം, ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം ദൈവമക്കൾ ശ്രദ്ധാലുക്കളായിരിക്കണം. സഭയ്ക്ക്, അന്നത്തെ പ്രാദേശിക സഭകൾക്കെല്ലാം ചില കുറവുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഫിലദൽഫിയ സഭയ്ക്കും സ്മുർന്ന സഭയ്ക്കും മാത്രമേ കർത്താവ് കുറവുകളൊന്നും ചൂണ്ടിക്കാണിക്കാത്തുള്ളൂ. സ്മുർന്ന സഭയ്ക്കും കർത്താവ് കുറവ് ചൂണ്ടിക്കാണിക്കുന്നില്ല. പക്ഷേ ഒന്ന് പറയുന്നുണ്ട്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, സഹിക്കേണ്ടി വരും, നിനക്ക് കുറേ ദുരിതങ്ങൾ വരും. ഒരു 10 ദിവസത്തേക്ക് നിനക്ക് ഉദരം ഉണ്ടാകും. കൃത്യമായിട്ട് കർത്താവ് പറയും, 10 ദിവസത്തേക്ക് നിനക്ക് ഉദരം ഉണ്ടാകും. പക്ഷേ നീ സൂക്ഷിച്ചു കൊള്ളണം, നീ വിശ്വാസത്തെ മുറുകെ പിടിച്ചു കൊള്ളണം, നീ ജയാളിയായിരിക്കണം. കർത്താവ് മുൻകൂട്ടി അറിവ് കൊടുക്കുകയാണ്. 10 ദിവസത്തേക്ക് ഉദരം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറയുകയാണ്. സഭയോടുള്ള കർത്താവിൻ്റെ സ്നേഹം അവർക്ക് അവസരം കൊടുക്കുകയാണ്, അവർക്ക് കാത്തിരിക്കാനും ജാഗരിക്കാനും അവസരം കൊടുക്കുകയാണ്. ഫിലദൽഫിയ സഭയോട് പറയുമ്പോഴും
അവർ പറയും ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ആർക്കും അടച്ചുകൂടാത്തൊരു വാതിൽ നിൻ്റെ മുമ്പിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. നീ വിശ്വസ്തനായിരിക്കുക, നീ ജയാളിയായി നിൽക്കുക. ഫിലദെൽഫ്യ സഭയെയും കർത്താവ് പ്രശംസിക്കുന്നുണ്ട്. എന്നാൽ ഈ ഏഴാമത്തെ സഭയെ, ലവോദിക്ക സഭയെ കർത്താവ് പ്രശംസിക്കുകയല്ല. കർത്താവ് സഭയ്ക്ക് പുറത്തായി പോയി എന്നാണ് പറയുന്നത്. സഭയുടെ അകത്ത് നിന്ന് കർത്താവ് പുറത്തു പോയി. വലിയ നഷ്ടമായി പോയി. സഭയ്ക്ക് അകത്തുണ്ടായിരുന്നു, രക്ഷിക്കപ്പെട്ട കൂട്ടമായിരുന്നു. പക്ഷേ സഭയ്ക്ക് അകത്തുണ്ടായിരുന്ന ആ ജനം, അവർ അറിഞ്ഞില്ല കർത്താവ് പുറത്തു പോയി എന്ന്. അവരപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നും മുട്ടില്ല. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും അങ്ങനെയാണ്. നമ്മൾ വീണ കാര്യം അറിയുന്നില്ല, നമ്മുടെ തനതായ അവസ്ഥ അറിയുന്നില്ല. ഒരു വെളിവ് കിട്ടിയാൽ നല്ലതായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണത്? എൻ്റെ കർത്താവേ, നീ ഇപ്പോൾ എന്നെ എങ്ങനെ കാണുന്നുവോ അതുപോലെ എനിക്ക് എന്നെ തന്നെ കാണാൻ കൃപ തരണേ. നിങ്ങളുടെ ഒരു പ്രാർത്ഥന വിഷയമാകണം. യേശുവേ, നീ ഇപ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ എനിക്ക് എന്നെ തന്നെ കാണാൻ കൃപ തരണേ. അതുപോലെ കാണുമ്പോൾ ഞാൻ ലജ്ജിതനാകും. സാക്ഷാൽ ഞാൻ എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ ലജ്ജിതനാകും. എൻ്റെ തനതായ സ്വഭാവം എന്താണ് എന്നറിയുമ്പോൾ. പലപ്പോഴും കൂട്ടായ്മയിൽ വരും, പ്രാർത്ഥിക്കും, കൂട്ടായ്മയിൽ ഒന്ന് പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്, അതുപോലെ പാട്ടുപാടും, അല്ലെങ്കിൽ സാക്ഷ്യം പറയും, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ആളത്വം, ഞാൻ പറയാറില്ലേ സ്റ്റഫ്, എൻ്റെ ആളത്വം ഇതെന്താണ് എന്ന് നാം തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പാവം ഒന്നും പ്രവൃത്തിയിലോ വാക്കിലോ ചിന്തയിലോ വരാത്തപ്പോൾ പോലും എൻ്റെ അകത്ത്, എൻ്റെ ഇന്നർ മാൻ, എൻ്റെ അകത്ത് പാവമയമായൊരു പ്രകൃതി ഉണ്ടായെന്ന് ഞാൻ അറിയണം. പാവമയമായൊരു പ്രകൃതിയുണ്ട്. ഏത് സമയത്തും ബുദ്ധി വരാം. അവസരം കിട്ടുമ്പോൾ തലവെക്കും. അകത്ത് ഉറങ്ങിക്കിടക്കുന്ന പാവം അവസരം വരുമ്പോൾ ഉണരും. രക്തത്തിൽ പാവത്തിൻ്റെ പ്രകൃതിയുണ്ട്, രക്തത്തിൽ പാവത്തിൻ്റെ സ്വഭാവമുണ്ട്. ഇത് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാം തികഞ്ഞവരായില്ല, ആരും ആയില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും നാം മാനസാന്തരപ്പെടുന്നതിന് അർത്ഥമുള്ളൂ. നാം ജീവിതം കത്താൻ സമർപ്പിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിനപ്പുറത്ത് ഇനി വൻ കാര്യങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയാറില്ലേ, ഒരു ശിശു ജനിച്ചു, ഒരു ശിശു പിറന്നു. ശരിയായി പിറന്നത് വലിയ അത്ഭുതം, മഹാഭാഗ്യം. ഒരു കുഞ്ഞ് പിറന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഭാഗ്യം തന്നെ. പക്ഷേ ഈ ശിശു ജനിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമല്ലതായോ. ഇനി ആ കുഞ്ഞ് ഒന്നൊന്നായി പയ്യെ പിച്ച വെച്ച് നടക്കാറാകണം, പിന്നെ ഓടി നടക്കാറാകണം, പിന്നെ കൂടുതൽ കൂടുതൽ ആരോഗ്യത്തോടെ നല്ല ശക്തിയോടെ ജോലികൾ ചെയ്യാറാകണം. വളർന്നു വരണം. ഇന്ന് നാം ഒരിക്കൽ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാൽ സംതൃപ്തരായി കഴിയുകയാണ്. സത്യ കൂട്ടായ്മയിൽ ഞാൻ പോകുന്നതാണ് നാം പറയുന്നത്. ശരിയാ, സത്യ കൂട്ടായ്മയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നാം ഈ സത്യ കൂട്ടായ്മയിൽ കിട്ടുന്ന വചനത്തിൻ്റെ ഗൗരവം ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിൽ നാം കാണുന്നത്, അവർക്കറിഞ്ഞുകൂടാ അവർ ദരിദ്രനാണെന്ന്, അവർക്കറിഞ്ഞുകൂടാ അവർ നഗ്നനാണെന്ന്. അയ്യോ, അത് ഭയങ്കരമായ കാര്യമല്ലേ? വായിച്ച് ലവോദിക്ക സഭയ്ക്കുള്ള ദൂത് ആദ്യം മുതൽ വായിച്ചോളൂ. ലവോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നീ ഇതെല്ലാം എന്നോട് വിലയ്ക്ക് വാങ്ങേണ്ടിയിരിക്കുന്നു. ഇനിയും നീ പറയുന്നത് എനിക്ക് ഒന്നിനും മുട്ടില്ല, ഞാൻ ദരിദ്രനല്ല, ഞാൻ ധനവാനാണ്, എനിക്ക് നല്ല കാഴ്ചയുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാം തികഞ്ഞിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ സമർപ്പിച്ചവനാണ്, ഞാൻ ജീവിതം കത്താൻ കൊടുത്തതാണ്, മനസ്സിലായി, ഞാൻ അരുതാത്ത വഴിക്കൊന്നും പോവുകയില്ല. ഇങ്ങനെയെല്ലാം നീ പറയുന്നു. പക്ഷേ നീ ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല, ശീതോഷ്ണവാൻ. ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ചില സമയത്ത് നല്ല ഉഷ്ണവാനെ പോലെ നീ നല്ല ചടുലമായി നല്ല സമർത്ഥമായി ഓരോ ആത്മീയ കാര്യങ്ങൾക്ക് പങ്കെടുക്കും. ചില സമയത്ത് നീ തണുത്തുറഞ്ഞ് നിരാശയിലോ അല്ലെങ്കിൽ തടസ്സയിലോ ഒന്ന് കിടക്കും. ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് നീ പറയുന്നു. പക്ഷേ നിൻ്റെ അവസ്ഥ എന്താണ്?
നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുന്നു. ഭയങ്കരമല്ലേ? ആ സഭയെക്കുറിച്ചുള്ള കർത്താവ് തുറന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് തുറന്ന് കാണിച്ചു കൊടുക്കുക, അവരുടെ അവസ്ഥ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് എന്താ പറയുന്നത്? നീ നിർഭാഗ്യനാണ്, ഭാഗ്യമില്ല, നിലനിർത്താൻ പറ്റിയില്ലല്ലോ. നീ മന്ദോഷാവസ്ഥയിലല്ലേ, ഈ സ്ഥിതിയിൽ നീ കടന്നു പോകുന്നെങ്കിൽ, ഈ സ്ഥിതിയിലാണ് നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നെങ്കിൽ നീ നിത്യനരകത്തിലേക്ക് പോകും. നിർഭാഗ്യനാണ്. പിന്നെ അരിഷ്ടത, തകർന്നുലഞ്ഞ ജീവിതം, അരിഷ്ടത, എന്നും ഒരു നിരാശ, എന്നും ഒരു സംതൃപ്തിയില്ലായ്മ. അനേക വിശ്വാസികൾക്ക് പറ്റുന്നൊരു വലിയ കുഴപ്പം, എന്തിലൊക്കെയോ ഒരു അസംതൃപ്തി. ചിലപ്പോൾ ആയിരിക്കാം, ചില ആത്മീയ കാര്യങ്ങളിലായിരിക്കാം. പക്ഷേ അസംതൃപ്തി എന്ന് പറയുന്നത് ദൈവമക്കൾക്കുള്ളതല്ല. എപ്പോഴും സംതൃപ്തരായിരിക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. എന്തുണ്ട്? അതിൽ തൃപ്തിപ്പെടണം. ദൈവമക്കൾ ഒരിക്കലും അസംതൃപ്തരായിരിക്കരുത്. എപ്പോഴും നമുക്കൊരു തൃപ്തി വേണം. എന്തുണ്ടോ അതിൽ തൃപ്തി. നാം അതിൻ്റെ അപ്പുറത്തേക്ക് നാം ചിന്തിക്കരുത്. എനിക്ക് ഇത് പോരാ എന്ന് നാം തോന്നരുത്. കർത്താവേ, നീ എനിക്ക് തന്നതിൽ ഞാൻ പൂർണ്ണ തൃപ്തൻ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാം പറയുമ്പോഴും അല്ല ചിന്തിക്കുമ്പോഴുമാണ് നമ്മളിലേക്ക് കർത്താവ് പോരാത്തതെല്ലാം ധാരാളമായി തരുന്നത്. നമുക്ക് പോരാത്തത് എന്താണെന്ന് കർത്താവിനറിയാം. ഞാൻ പറഞ്ഞാലാവുകയില്ല. കാരണം എനിക്ക് പോരാത്തത് എന്താണെന്ന് ഞാൻ പറയുന്നത് ശരിയായിരിക്കണമെന്നില്ല. സ്വർഗത്തിലെ ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം ഞാൻ തൃപ്തിയോടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കർത്താവ് അപ്പോൾ തന്നുകൊണ്ടിരിക്കും. നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും നീ പറയുന്നത് ഞാൻ ധനവാനാണെന്ന് നീ പറയുന്നത്, നീ നല്ല സമ്പന്നാണെന്ന് നീ പറയുന്നത്. പക്ഷേ നീ ദരിദ്രനും കുരുടനും, നിനക്ക് നല്ല കാഴ്ചയുണ്ടെന്ന് നീ പറയുന്നത്. നിനക്ക് എല്ലാ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ട്, തിരിച്ചറിവുണ്ട്, നല്ല ജ്ഞാനമുണ്ട്, നല്ല ബോധമുണ്ട് എന്നൊക്കെയാണ് നീ പറയുന്നത്. പക്ഷേ നീ കുരുടനാണ്, ഒന്നും കാണുന്നില്ല. നീ നഗ്നനാണ്, നീ കുരുടനും നഗ്നനാണ്, നീ അറിയുന്നില്ല നഗ്നത. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, സുന്ദർ സിംഗിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ആധ്യാത്മിക ലോകം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, സുന്ദർ സിംഗ് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു വരുന്ന ഒരാൾ കയറി വരുന്നു. ആൾ കാണുന്നപ്പോൾ അയാൾ വന്ന് അകത്തേക്ക് കടന്നപാടെ അദ്ദേഹം എവിടെയോ ഓടി വിളിക്കാൻ തുടങ്ങുക. അന്നേരമാണ് തൻ്റെ സ്വന്തം രൂപം കാണുന്നത്. നഗ്നനാണ്, ലജ്ജ, നാണം വരുന്നു. എവിടെയെങ്കിലും ഒളിക്കാൻ നോക്കുക, അതിവേഗം ഒളിക്കാൻ നോക്കുകയാണ്. അവിടെ എങ്ങും ഒളിവിടമില്ല. സ്വർഗത്തിൽ നിത്യപ്രകാശമല്ലേ, ആ ഉജ്ജ്വല പ്രകാശത്തിൽ ഈ നഗ്നത വെളിവായിരിക്കുന്നു. നഗ്നനാണ് അയാൾ. ഓർക്കണം, അയ്യോ ഞാൻ ദൈവഭക്തനായിരുന്നല്ലോ, ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിനായിരുന്നല്ലോ, ഞാൻ സുവിശേഷം പറയുന്നതിനായിരുന്നല്ലോ, എൻ്റെ വീട്ടിലെ വേലക്കാരന് പോലും ഞാൻ സുവിശേഷം പറഞ്ഞു കൊടുത്തതാണല്ലോ, അവൻ മനസ്സന്തരപ്പെട്ടല്ലോ. അയ്യോ എനിക്കെന്തെങ്ങനെ വന്നത്? തന്നെത്താൻ കാണുന്നു. തന്നെത്താൻ കണ്ടപ്പോൾ ലജ്ജ വരുന്നു. പിന്നെ ഓടുകയാണ്. എവിടെ പോയി ഒളിക്കേണ്ടു? അവസാനം നരകത്തിൻ്റെ കൂരിട്ടിലേക്ക് പാഞ്ഞുപോയി. ഒളിവിടം തേടി നരകത്തിൻ്റെ കൂരിട്ടിലേക്ക് പാഞ്ഞുപോയി. സുന്ദർസിംഗ് കണ്ടത് ഒരു ദർശനമാണത്. പ്രിയപ്പെട്ടവരെ, നാം നഗ്നരാണ് എന്ന് പറയണം, ലജ്ജാകരമായ ജീവിതമാണെന്ന് പറയണം. നമ്മുടെ തനതായ അവസ്ഥ, സ്വന്തം അവസ്ഥ ലജ്ജാകരമാണ്. ഇത് നാം തന്നെ തിരിച്ചറിയണം. ഇപ്പോൾ ഇവിടെ ഇരിക്കും നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കൂ, എൻ്റെ വാശി അല്ലെങ്കിൽ ദുശാഠ്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയോ? എൻ്റെ ചില പിടിവാശികൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയോ? എനിക്ക് കോപം വരുന്നത്, ഇഷ്ടമില്ലാത്ത വരുമ്പോൾ ആദ്യം വരുന്ന എൻ്റെ പ്രവണത എന്താണ്? കോപാവേശമാണോ? ആദ്യം വരുന്നത് കോപമായിരിക്കും. പക്ഷെ പിന്നീട് പയ്യെ ടൈം ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കോപത്തിരി മാറ്റും. പക്ഷേ ആദ്യം വരുന്നത് ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? കോപമായിരിക്കും, അല്ലെങ്കിൽ നീരസമായിരിക്കും. ചിന്തിച്ച് നോക്കൂ. പാടില്ല എന്നറിയാവുന്നതുകൊണ്ട്, അത്രയും സംസ്കാരമുള്ളതുകൊണ്ട് നാം കോപം പുറമേ കാണിച്ച് വരികയില്ല. പക്ഷേ ഉള്ളിൽ വരുന്ന റിയാക്ഷൻ എന്താണ്? ഉള്ളിൽ വരുന്ന നമ്മുടെ തനതായ അവസ്ഥ എന്താണ്? ഒരു കാര്യം കാണുമ്പോൾ, ഒരു കാര്യം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുണ്ടി വരുന്നു, കോപം വരുന്നു, പെട്ടെന്നതാ വരുന്നത്. പക്ഷേ നാം പിന്നെ വളരെ ശാന്തമായി ഒരു ദിവസം ഒരുക്കി നമ്മൾ തന്നെ ഒന്ന് സമരസപ്പെടുത്തി, നന്നാക്കി നാം തന്നെ ഒന്ന് സ്വയം ടൈം ചെയ്തിട്ട് ഇണക്കിയെടുത്ത് നാം പുറമേ ശബ്ദിക്കാതെ, പുറമേ കോപം കാണിക്കാതെ അങ്ങനെ ഒരു നിൽക്കും. അതുകൊണ്ട് ഫലമില്ല. നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്താണെന്ന് നോക്കണം. ഏതൊരു കാര്യത്തിലും ആദ്യം വരുന്ന നമ്മുടെ റിയാക്ഷൻ, ആദ്യം വരുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ തനതായ ഭാവം എന്താണെന്ന് നാം തന്നെ അറിയണം. മറ്റുള്ളവർ പറഞ്ഞല്ല അറിയേണ്ടത്, ഞാൻ തന്നെ അറിയണം. ഇങ്ങനെ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. നിരന്തരം ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയും അപ്പോൾ നാം പയ്യെ വളരുകയും ചെയ്യും. ഞാൻ
ധനവാൻ ഞാൻ സമ്പന്നായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നീ നിർഭാഗ്യനും ഭാഗ്യനും അരിഷ്ടനും ഇഷ്ടനും ദരിദ്രനും ദരിദ്രനും കുരുടനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ അറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. നീ നിരാശപ്പെടണ്ട, ഞാൻ എല്ലാം തരാം. നിൻ്റെ നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രം ഞാൻ തരാം, നിൻ്റെ കണ്ണിലെഴുതാൻ ലേപനം ഞാൻ തരാം. നീ വിഷമിക്കണ്ട, നിരാശപ്പെടണ്ട, എല്ലാം തരാൻ ഞാൻ ഒരുക്കുവാണ്, എല്ലാം നിനക്ക് തരികയും ചെയ്യാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നീ ഈ അവസ്ഥ നീ തിരിച്ചറിയണം. നീ ഇതിന് വില കൊടുത്ത് വാങ്ങണം. നീ വില കൊടുത്ത് വാങ്ങണം. ആദ്യം നിനക്ക് സൗജന്യമായി തന്നു. ആദ്യം നീ ഒന്ന് ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നെന്നും ആത്മാവിശ്വസിക്കുന്നെന്നും ഒന്ന് ഒരു വിശ്വാസം വരുമ്പോഴേക്കും കർത്താവിൻ്റെ സ്നേഹം അവിടെ വന്നു കഴിഞ്ഞു. പാവങ്ങളൊന്നും ചോദിക്കുകയില്ല. ആദ്യം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ശ്രദ്ധിച്ചിട്ട് മനസ്സിലാകും, ഒരു പാവവും ചോദിക്കുകയില്ല, സൗജന്യമായി കൃപ അങ്ങ് തരിക. ആദ്യമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരു ദൈവവേദലിന് കർത്താവ് സൗജന്യമായി ദൈവകൃപ തരും, സൗജന്യമായി സ്നേഹം പകർന്നു തരും. അത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ സൗജന്യ സ്നേഹമാണ്. പക്ഷേ അത് നഷ്ടപ്പെടുത്തിയിട്ട് വന്നാൽ കാര്യം ഗൗരവമായിരിക്കും. നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയിട്ട് വന്നാൽ പിന്നെ വില കൊടുത്ത് വാങ്ങണം. വില കൊടുത്താൽ കിട്ടും, വില കൊടുത്ത് വാങ്ങണം. എന്താ വില? എന്താ വില? അനുതാപത്തിൻ്റെ കണ്ണീര്, തകർന്ന ഹൃദയം അനുതാപത്തിൻ്റെ കണ്ണീരോടുകൂടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തനതായ അവസ്ഥ അറിയണം. വില കൊടുത്ത് വാങ്ങണം, അനുദവിച്ച് വാങ്ങണം, കരഞ്ഞ് കണ്ണീരുകൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകണം. വന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുതാപം വരണം. ദൈവത്തിന് സ്തോത്രം. അനുദവിക്കുമ്പോൾ കർത്താവ് സ്വീകരിക്കും. മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും, ദൈവദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷം ഉണ്ടാകും. മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ദൈവത്തിന് സന്തോഷമാണ്. മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ദൈവത്തിന് ആനന്ദമാണ്. ദൈവത്തിന് സ്നേഹത്തോടെ മറുപടിയായി പകരുകയാണ്. ആരെയും ഒരിക്കലും ദൈവം തള്ളിക്കളയുന്നില്ല. നാം അനുദവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പാവം വിട്ട് തിരിയണമെന്ന് മാത്രമേ ദൈവം പറയുന്നുള്ളൂ. ഈ വെളിപ്പാട് പുസ്തകം വായിച്ചു വരുമ്പോൾ മുന്നോട്ട് വരുമ്പോഴേക്ക് കാണാം, അത് നാം പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ, മുമ്പോട്ട് വരുമ്പോൾ കാണാം, അവർ പാവം വിട്ട് മാനസാന്തരപ്പെട്ടില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്, അവർ പാവം വിട്ട് മാനസാന്തരപ്പെട്ടില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്, അവർ പാവം വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഓരോ കാര്യം പറഞ്ഞിട്ട് പാവം വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ദിവസം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണാം. നമ്മുടെ ജീവിതത്തിൽ അനുതാപം വരിക, പാവം വിടുക, തിന്മയോട് യാത്ര പറയുക, അതത്ര ക്ലേശിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇന്ന് കിട്ടാൻ പോകുന്നത് സ്വർഗമാണെന്നറിയാമെങ്കിൽ, അനുഭവിച്ചില്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടുമെന്നറിയാമെങ്കിൽ തീർച്ചയായും നാം അനുഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ വ്യക്തമായി പറയട്ടെ, നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ ചേർത്താണ് പറയുന്നത്. അഭിമാനിക്കാനൊന്നുമില്ല, പാരമ്പര്യമൊന്നുമില്ല. നമ്മളാരെങ്കിലും ഇത് തിയോളജി പഠിച്ചിട്ടുണ്ടോ? ആര്? തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. നമുക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. വേദപുസ്തകം തന്നെ നമുക്ക് എല്ലാം ഒന്നും അറിയാൻ പാടില്ലല്ലോ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വേദപുസ്തകം മുഴുവൻ അറിഞ്ഞുകൂടാ. നീ അറിയാൻ വയ്യാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവർ, നമുക്ക് വാസ്തവത്തിൽ നാം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. യാചിച്ചു കൊണ്ടേയിരിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, മുറുകെ പറ്റുന്ന പാവങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രകടമായ പാവമല്ല, മുറുകെ പറ്റുന്ന പാവങ്ങൾ. അട്ടകടിച്ച് തൂങ്ങിയതുപോലെ ശരീരത്തിൽ അട്ടകടിച്ച് തൂങ്ങിയാൽ രക്തം കുടിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ആ വ്യക്തി അറിയുന്നില്ല. അട്ടകടിച്ച് തൂങ്ങിയതുപോലെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് പോകുന്നത് പോലെ നമ്മുടെ ആത്മശക്തി ചോർത്തിക്കളയുന്ന ദുഷ്ടപിശാചുണ്ട്. അത് നമ്മുടെ ദുസ്വഭാവങ്ങളാണ്, ദുഷ്പ്രവണതകളാണ്, ദുഷ്ടശീലങ്ങളാണ്. നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന കോപമാണ്, ശുണ്ഠി പിടിക്കുന്ന പ്രകാരമാണ്, ദുശാഠ്യമാണ്, നമ്മുടെ സ്വയം മതിപ്പാണ്, സ്വയം അഹങ്കാരം, സ്വയം മതിപ്പ്, എന്നെക്കുറിച്ച് എനിക്ക് തന്നെയുള്ളൊരു അഭിമാനം, എല്ലാം കളയണം. എന്നിട്ട് പൂർണ്ണ വിശുദ്ധരായി നമുക്ക് തീരണം. നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന് ആശയമുണ്ട് നിങ്ങൾ വിശുദ്ധരായി തീരണമെന്ന്. സാധിക്കും. നിങ്ങൾക്ക് പൂർണ്ണ വിശുദ്ധരായി നിൽക്കാൻ പറ്റും. എനിക്ക് പറ്റില്ല നിങ്ങൾ പറയരുത്. ആർക്കും സാധിക്കുന്നതേ കർത്താവ് പറയുകയുള്ളൂ. നിങ്ങൾക്ക് സാധിക്കും. എന്തെല്ലാം അലങ്കോലങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും, എന്തെല്ലാം ഭാരങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം ചുമടുകൾ ചുമക്കേണ്ടി വന്നെങ്കിലും, ഏതെല്ലാം ദുരിതങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും, അത്യന്തം ഭയാനമായ രോഗത്തിൽ നിങ്ങൾ വീണുപോയാലും പേടിക്കേണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് വിശുദ്ധരായി തീരാം. വിശുദ്ധരായി തീരുക. ദൈവത്തിന് സ്തോത്രം. പദം പറയാൻ ഞാൻ ഭയപ്പെടുന്നു. വിശുദ്ധരായി തീരുക. നിസ്സാരമല്ലത്, അതിൻ്റെ വില വലുതാണ്.
ആ വിലയേറിയ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇപ്പോൾ ഒരു നിമിഷം പോലും കഴിയാതെ സമർപ്പിക്കും. കർത്താവേ, എന്നെ മുഴുവനായി കഴുകി എൻ്റെ ലജ്ജ മാറ്റണമേ. കർത്താവേ, എന്നെ മുഴുവനായി കഴുകി എൻ്റെ ദാരിദ്ര്യം മാറ്റണമേ. കർത്താവേ, എന്നെ മുഴുവനായി കഴുകി എൻ്റെ അശുദ്ധി മാറ്റണമേ. കർത്താവേ, എന്നെ മുഴുവനായി കഴുകി എൻ്റെ കണ്ണിന് കാഴ്ച തരണമേ, ആന്തരിക കണ്ണ് തുറന്നു തരണമേ. കർത്താവേ, എന്നെ മുഴുവനായി കഴുകി എന്നെ സമ്പന്നനാക്കണമേ, ആത്മാവിൽ സമ്പന്നനാക്കണമേ. കർത്താവേ, ഞാനിതാ ദരിദ്രനാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു, അരിഷ്ടനാണെന്ന് ഏറ്റുപറയുന്നു, കാഴ്ചയില്ലാത്തതെന്ന് ഏറ്റുപറയുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് വസ്ത്രമില്ല, ഞാൻ നഗ്നനാണെന്ന് ഏറ്റുപറയുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, നീ എൻ്റെ മനസ്സിലെയ്യണമേ, എനിക്ക് നിൻ്റെ ജീവൻ തരണമേ, നിൻ്റെ കൃപ തരണമേ, നിൻ്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ പകരണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്ന നിരാശകൾ മാറിപ്പോകും. പേടിക്കേണ്ട, ഒരു കാര്യത്തെക്കുറിച്ചും പേടിക്കേണ്ട. നിങ്ങൾക്കിങ്ങനെ സമർപ്പണം എടുത്താൽ ലോകത്തൊന്നിനെയും ഭയപ്പെടേണ്ട, ഒരു കാര്യത്തെയും ഭയപ്പെടേണ്ട. എന്ത് സംഭവിച്ചാലും എന്താണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൈകളിലല്ലേ. ഇതാണ് നമ്മുടെ ഉറപ്പ്. എന്ത് സംഭവിച്ചാലും എന്താണ്, ഞാൻ യേശുവിൻ്റെ കൈകളിലല്ലേ. ആ ഉറപ്പ് നമുക്ക് വേണം, യേശുവിൻ്റെ കൈകളിൽ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവേ, തിരുവൻപാകെ സമർപ്പണമെടുത്തിരിക്കുന്ന ഈ മക്കളെ നാഥാ, നിൻ്റെ ആണിപ്പാടുള്ള കരം തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടെ രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുനാഥ, നിൻ്റെ പാദസേവ ചെയ്യുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ തരണമേ. വിശുദ്ധ ജീവിതത്തിൽ സൗഭാഗ്യം നിങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.